ശിവശേഖ സ്തുതിയായിരിക്കട്ടെ. ദുഃഖ വെള്ളിയാഴ്ച. സഹനത്തെക്കുറിച്ചോ പീഡാനുഭവത്തെക്കുറിച്ചോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒത്തിരി ഇതിനെക്കുറിച്ചുള്ള ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. ഒറ്റ കാര്യം മാത്രം, ഇന്ന് ഉപവാസത്തിൻ്റെ ദിവസമാണ്. ഉപവാസം ശരീരത്തിൽ നമ്മൾ അല്പം വേദന സ്വീകരിക്കുന്ന ദിവസമാണ്. 1 പത്രോസ് 4:1 നമ്മളിങ്ങനെ വായിക്കും, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അത് ഈശോയെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിൽ പീഡയേറ്റവൻ, അതായത് ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. യോഹന്നാൻ സ്ലീഹ ലേഖനത്തിൽ എഴുതുന്നുണ്ടല്ലോ, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ കടപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം തന്നെ നമ്മളും ശരീരത്തിൽ അല്പസ്വല്പം സഹനമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പാപത്തോട് വിട വാങ്ങാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഉപവസിക്കുമ്പോൾ അല്പം കൂടി സഹനം ഏറ്റെടുത്ത്, അല്പം കൂടി ഒരു മുട്ടുകുത്തിയോ അങ്ങനെയൊക്കെ അല്പസമയം സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നോക്കുകയല്ല. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക് എല്ലാം ശുദ്ധീകരിച്ച് വരുമ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ, എൻ്റെ ഈ ശരീരം ഉപയോഗിച്ച് ഒത്തിരി സുഖങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക സുഖങ്ങൾ, ലൈംഗിക പാപത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കണം. എൻ്റെ ശരീരം ഉപയോഗിച്ച് ഒത്തിരി സുഖങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ ശരീരത്തിൽ അല്പം വേദന സ്വീകരിച്ച് ഞാൻ ഏറ്റെടുത്ത സുഖങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ ശരീരത്തിൽ നിന്നിറയണം, നീ എനിക്ക് മുക്തി തരണം. തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും. നല്ലൊരു ദുഃഖവെള്ളി ആശംസിക്കുകയാണ്. പാപത്തെ നമുക്ക് പരാജയപ്പെടുത്തണം. ശരീരത്തിൽ സഹനങ്ങൾ സ്വീകരിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ.